ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വിചാരിച്ചതിനേക്കാൾ വോട്ടുകളാണ് കിട്ടിയത് എൻ ഡി എക്ക്. എന്തായാലും സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വന്നിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് എന്തു പറ്റി എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ടുകൾ ചോർന്നോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത് നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പും മറ്റ് സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 8 മാസം 9 മാസം കാലയളവിൽ നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യത്തിനെ എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പോലും പ്രബുദ്ധമായ കേരളത്തിൽ നിന്ന് പോലും ഒരു വോട്ട് ചോർന്നു. അത് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പരസ്പരം പലരെയും വഴിചാരപ്പെടുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ട് ആരാണ് വോട്ട് മാറിയെന്നുള്ളത് അത് എൽ ഡി എഫിന് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദയനീയ ചിത്രമാണ്. അപ്പോൾ ഇത്തവണ ഏതായാലും ഭാഗ്യത്തിന് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന മാധ്യമങ്ങൾ കണ്ടെത്തിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ടാണത് പുറത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ 14 വോട്ട് കൂടുതൽ കിട്ടി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം മോശമായിട്ടുള്ളൊരു സ്ഥിതി തന്നെയാണ്. അത് രാഷ്ട്രീയമായി അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് അവർക്കുള്ളത്. പക്ഷെ അവർ തിരിച്ചറിയേണ്ട ഒരു വസ്തുത എങ്ങനെ ഇത് നഷ്ടപ്പെടുന്നു അതിന് 2 തരത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, രാഷ്ട്രീയമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മാറിപ്പോയ വോട്ടുകളാണോ, അതല്ലേ അതൊരു പ്രാദേശികവാദത്തിൻ്റെ ഭാഗമായി മാറിപ്പോയതാണോ ഇല്ല. അത് പ്രാദേശികവാദത്തിൻ്റെ ഭാഗമായി മാറിപ്പോയതാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അപജയമാണ്. രാഷ്ട്രീയമായ നിലപാടുകളുടെ ഭാഗമായിട്ട് മാറിപ്പോയതാണെങ്കിൽ അത് മാന്യതയുള്ള രാഷ്ട്രീയക്കാരാണെങ്കിൽ തുറന്ന് അത് പൊതുസമൂഹത്തിനോട് പറയേണ്ടതായിരുന്നു. ഞങ്ങൾ ഇന്നതാണ്, ഞങ്ങളുടെ നിലപാട് ഇന്നതാണ് എന്ന് വ്യക്തമാക്കാൻ ബാധ്യതയുണ്ടായിരുന്നു. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവിടെയുള്ള പ്രാദേശികവാദത്തിൻ്റെ ഭാഗമായിട്ടാണോ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടത് തെലുങ്ക് ദേശത്ത് ഉണ്ടായില്ല എന്നും പരിശോധിക്കണം. അപ്പോൾ അതല്ല അതിൻ്റെ കാരണമെങ്കിൽ പിന്നെ മൂന്നാമതുള്ളൊരു കാരണമുണ്ട്. മൂന്നാമതുള്ള കാര്യമാണ് കുതിരക്കച്ചവടം എന്ന് പറയുന്നത്. അത് നടന്നിട്ടുണ്ടോ ഇല്ലെന്നും പരിശോധിക്കപ്പെടുന്നു. അപ്പോൾ 3 ഫാക്ടേഴ്സായിട്ടാണ് അതിനകത്ത് നമ്മൾ കാണേണ്ടത്. ഒന്ന് പ്രാദേശികവാദം, ഒന്ന് രാഷ്ട്രീയ നിലപാട്, മൂന്നാമത് കുതിരക്കച്ചവടം. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് 3നും സാധ്യതയുണ്ട്. കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മെത്തേഡിലാണത് നമ്മൾ കണ്ടുവരുന്നത് രാഷ്ട്രീയമായിട്ട്. ഇപ്പോൾ വോട്ടധികാരത്തിന് വേണ്ടിയിട്ടുള്ള സമരവും, അല്ലെങ്കിൽ ഈ മഹാരാഷ്ട്രയിൽ ഹരിയാനയിൽ സംഭവിച്ച കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ, ഇതൊക്കെ ഓരോന്നെടുക്കുമ്പോഴും ഒന്ന് അല്ല അടുത്തതിൽ സംഭവിക്കുന്നത്. വ്യത്യസ്ത മോഡ് ഓഫ് ഓപ്പറേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് ഒരൊറ്റ പോയിൻ്റാണ് ഇതിനകത്ത് എല്ലായിടത്തും കാണുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള മൂല്യച്യുതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്തൊരു വലിയ പങ്ക് കോൺഗ്രസ്സിനുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വം രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതായത് കഴിഞ്ഞ കാല പ്രതാപങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ എന്താണ് ഞങ്ങൾ എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന ആളുകളെ കൂട്ടിയോജിപ്പിച്ച് അവർക്ക് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതിന് ഒരു ഉദാഹരണം ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം. വരാൻ പോകുന്ന ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ആ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകൾ എല്ലാവരും ധരിച്ചിരിക്കുന്നത് ബീഹാറിലെ ജനക്കൂട്ടം മുഴുവൻ അവരുടെയാണ്. അതായത് ഞങ്ങളുടെ രാഹുൽ ഗാന്ധി പോയത് കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ജനക്കൂട്ടമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലൊരു പ്രചരണം നടത്തിക്കൊണ്ട് ഇപ്പോൾ സീറ്റ് വിഭജനം വരുമ്പോൾ പറയും കൂടുതൽ സീറ്റ് ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയുന്ന ഒരു നിലപാടെടുത്തിട്ട് വരും. പക്ഷേ
രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പോലും മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അവിടെ കൂടിയിട്ടുള്ള 90% ജനങ്ങളും രാഷ്ട്രീയ ജനതാദളിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെന്ന് രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാം. അതിൻ്റെ കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റിൽ മത്സരിച്ചിട്ട് 19 സീറ്റിലാണ് അവിടെ ഈ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിഞ്ഞത്. എന്തായാലും അതിനേക്കാൾ വലിയ പുരോഗതിയൊന്നും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, താഴോട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ രാഹുൽ ഗാന്ധി റോട്ടിൽ കൂടെ പോയി എന്ന് വിചാരിച്ചിട്ട് ഇത് സംഭവിക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ ആ വലിയേട്ടൻ മനോഭാവം മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ വീഴ്ചകൾ ബോധ്യപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് ഇപ്പോൾ അവിടെ തേജസ്വി എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. പ്രതിപക്ഷ കക്ഷികൾക്ക് പരമാവധി സീറ്റുകൾ കൊടുത്തുകൊണ്ട്, കൂടെ നിൽക്കുന്ന കക്ഷികൾക്ക് പരമാവധി സീറ്റുകൾ കൊടുത്തുകൊണ്ട് ആ സഖ്യത്തിന് നേട്ടം ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു സംവിധാനം. അവിടെ നിലവിലുള്ള മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് BJP ഈ പറയുന്ന JDUവിനെ ഈ ഒരു വലിയ ശക്തിയിൽ നിന്ന് കൊണ്ടുവന്നിപ്പോൾ ഏകദേശം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും JDU എന്ന് പറയുന്ന സംവിധാനം ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ ഇത് സംഭവിക്കുന്നതിൻ്റെ യഥാർത്ഥ വശങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വം കൃത്യമായി ഒരു പഠനം നടത്തുന്നില്ല. ആ പഠനം നടത്താത്തതിൻ്റെ ഓരോ കാഴ്ചകളുമാണ് നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും കാണുന്നത്. ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും സംഭവിച്ച കാര്യം അതാണ്. കാരണം 14 വോട്ട് നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. അത് കണ്ടെത്തി എവിടെയാണ് ആ ചോർച്ച സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി വിലയിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയണമായിരുന്നു. പക്ഷേ അതിന് ആ ലീഡർഷിപ്പിന് കഴിയണില്ല. അതെന്താണെന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ലീഡർഷിപ്പിൻ്റെ പോരായ, അതല്ലെങ്കിൽ മറ്റെന്തോ പോരായ്മകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അത് കണ്ടെത്തണം. അത് പലപ്പോഴും കോൺഗ്രസ്സാണ് അതിന് മുന്നിട്ടിറങ്ങി. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള പല എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ എല്ലായിടത്തും വേറുള്ള ഒരു ചെറിയ രീതിയിലാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോഴും BJP കഴിഞ്ഞാൽ കോൺഗ്രസ്സാണ്. അപ്പോൾ ആ കോൺഗ്രസ്സാണ് ഇതിൻ്റെ, അതായത് മെയിൻ സ്ട്രീമിൽ നിന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം. അത് നിറവേറ്റപ്പെടുന്നില്ല. ആ നിറവേറ്റപ്പെടാത്തതിൻ്റെ പരിണത ഫലമാണ് നമ്മളീ കാണുന്നത്. ഇന്നിപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. എങ്ങനെ പോയി 14? ഇനി ആകെ ചെയ്യാവുന്ന ഒരു അന്വേഷണ കമ്മീഷൻ വയ്ക്കാം. എല്ലാ പരിപാടിക്കും ഉള്ള പോലെ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കമ്മീഷനെ കൊണ്ടുവന്ന് കാലം കഴിച്ചു കൂട്ടുക എന്നുള്ളതല്ലാതെ വസ്തുതകൾ പുറത്തു വരുന്നില്ല, പുറത്തു വരണം. അതാണ് ഈ വിഷയത്തിൽ നമുക്കുള്ള നിലപാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.